ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അന്നേരം നമ്മൾ രാവിലെ തന്നെ എണീച്ച് മാറ്റാണ് കേട്ടോ ഗായ്സ്. ഇപ്പം 4 മണിയൊക്കെ ആവുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോഴത്തേക്ക് എണീച്ച് കുളിച്ചൊക്കെ മാറ്റിയിട്ടുണ്ട്. അന്നേരം പെട്ടിയൊക്കെ കുറേ ഉണ്ട് ഗൈസ്. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പം നമ്മൾ ഇന്നാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ കാറ് കയറി ഇറങ്ങിയിട്ടുണ്ട് എയർപോർട്ടിലേക്ക്. അമ്മമ്മേനെയും കൂട്ടിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അങ്ങനെ ഇതാ പുലർച്ചെ 5:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റ് 10:10 നമുക്ക് ഫ്ലൈറ്റ്. അങ്ങനെ അമ്മമ്മേനെ എല്ലാവരെയും കൂട്ടി ഞങ്ങൾ എയർപോർട്ടിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ എയർപോർട്ടിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അന്നേരം ഇവിടെ എന്തോ സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്തി, അങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ ഇതാ ദില്ല് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് 10:10 ഫ്ലൈറ്റ്. ഇത്തിഹാദായിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. അങ്ങനെ നല്ല അടിപൊളി ഫ്ലൈറ്റാണ് എന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. അങ്ങനെ ഇതാണ് നമ്മുടെ എയർപോർട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞാൻ, അമ്മമ്മ, പപ്പാടി ബാക്കിലാണ്. പപ്പയും അമ്മയും മുന്നിലായിരുന്നു. പപ്പ വരുന്നില്ല പറഞ്ഞുകൊണ്ട് പപ്പ വരുന്നില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെയാണ് കേട്ടോ പോകുന്നത്. അമ്മ, പപ്പാടി, ഞാൻ, അമ്മ, ഞങ്ങളെല്ലാവരും കൂടെയാണ് പോകുന്നത്. അങ്ങനെ നീനു അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നീനു അങ്കിളും നൈനൊക്കെ. ഇങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ചെക്കിൻ ചെയ്യാൻ പോവാണ്. അങ്ങനെ ഉള്ളിലെത്തി. അപ്പോൾ ഞങ്ങൾ ഉള്ളിലെത്തിയപ്പോൾ അങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഞാനും നൈനും ഒരുമിച്ചാണ് നടക്കുന്നത്. അന്നേരം ഞങ്ങൾ ഇവിടേക്ക് കയറി. അപ്പോൾ നൈൻ എന്തൊക്കെയൊക്കെയോ കുരുത്തക്കേട് കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നടന്നു പോയായിരുന്നു ഫ്ലൈറ്റ് എടുക്കാൻ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഞങ്ങളെ പാസ്പോർട്ടൊക്കെ നോക്കി ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ ഫ്ലൈറ്റ് കയറുമ്പം ഒരു എക്സൈറ്റിംഗ് സ്റ്റഫ് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അന്നേരം അവിടെ കുറേ ഫ്ലൈറ്റ് ഉണ്ട്. ഞങ്ങൾ കയറി പോവുകയാണ്. ഫ്ലൈറ്റിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട് ഏകദേശം. ഞങ്ങളെല്ലാവരും കൂടെ ലൈനായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അമ്മയും നീനും അടയും ചക്കരയും മരിയായിരുന്നു ഗൈസ് നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറി. എൻ്റെ ട്രോളിൻ്റെ കൈ എത്ര താഴ്ത്താൻ നോക്കിയിട്ടും താഴ്ത്താൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറി. അതായിരുന്നു ഇപ്പം കണ്ടതായിരുന്നു കേട്ടോ ക്യാപ്റ്റൻ. ഇതൊക്കെ ക്രൂ ആണ്. അങ്ങനെ അടിപൊളി സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇവർ എക്സ്ട്രാ പില്ലോയും ബ്ലാങ്കറ്റും തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഗൈസ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ഇതാണ് അങ്കിള്, നിന്നോടെ ഹസ്ബൻഡാണ്. ഇനി ഞങ്ങളിതാ വീണ്ടും ദുബായിലേക്ക് 2ാമത്തെ ടൈമാണ് ഗൈസ് ഞങ്ങൾ ട്രിപ്പായിട്ട് ദുബായിലേക്ക് വരുന്നത്. ഞാനും നൈനയൊക്കെ ഒറ്റ സ്ഥലത്തായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അബുദാബിക്ക് പോയിട്ട് ദുബായിലേക്ക് വണ്ടി എടുത്തിട്ട്. ഇത് അബുദാബി ഫ്ലൈറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അവിടുന്ന് ടാക്സി വിളിച്ചിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. എൻ്റെ അടുത്തിരിക്കുന്നത് ഒരു യൂട്യൂബർ ചേച്ചിയായിരുന്നു കേട്ടോ ഗൈസ്. എന്തോ ഷൈനീസ് എന്തോ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് കറക്റ്റ് എന്താണെന്ന് ഓർമ്മയില്ല. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ഇനി കുറച്ച് പോയി അപ്പോഴാണ് ഫുഡ് എത്തിയത്. അപ്പോൾ തന്നെ ചോറ് നോൺ വെജ് ആണ്. ഞാൻ നോൺ വെജ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിൽ പാസ്ത, ചിക്കൻ കറി, ഉപ്പേരി, റൈസ്, ബട്ടർ, അതേപോലെ ഒരു കടലേൻ്റെ ഒരു സംഭവം എന്താണെന്നറിയില്ല, തേങ്ങ ഒക്കെ ഇട്ടിട്ടുള്ളൊരു കടലേൻ്റെ സംഭവം, ആപ്പിൾ ജ്യൂസ്, പിന്നെ ബട്ടർ, എന്തൊക്കെയായിരുന്നു ഉള്ളത്, ബന്നുണ്ടായിരുന്നു, പിന്നെ പായസം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ ഫുഡായിട്ട്. കടലിട്ട് തേങ്ങയുണ്ട്. അപ്പോൾ നല്ല വ്യൂ ആയിരുന്നു പുറത്ത് കാണാൻ. യെസ്, നമ്മൾ ലാൻഡ് ചെയ്യാവുന്ന സമയത്ത് ഭയങ്കര അടിപൊളി കാഴ്ചയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിതാ ഇങ്ങനെ പുഴ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല രസമായിരുന്നു താഴെ കാണാനൊക്കെ. അങ്ങനെ അടിപൊളി സ്കൈയും വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ പഞ്ഞിക്കെട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന വഴിയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യണേ. ആരാണോ ഫ്ലൈറ്റ് കയറിയത്, എങ്ങനെയുണ്ട് മൂഡ് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എല്ലാവർക്കും ഫസ്റ്റ് ടൈം കയറുന്നവർക്ക് എല്ലാവർക്കും ചെവിക്കൊരു കുഞ്ഞു കുഴപ്പമുണ്ടാവും. അത് വലിയ ഒരു ഇതാക്കി
എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എത്താനായിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഭയങ്കര വലിയ സീയൊക്കെ കണ്ടിട്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് ഗൈസ്. വ്യൂ എന്ന് പറയാം. എയറോപ്ലെയിന് കുറേ ചിറകൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെ ഇതാ ഞങ്ങൾ അബുദാബി ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അടിപൊളിയായിരുന്നു ഗൈസ്. ഫസ്റ്റ് ടൈമാണ് അബുദാബിയിൽ കൂടെ ഞങ്ങൾ പോകുന്നത്. ഇങ്ങനെ ആദ്യമായിട്ടാണ് നമ്മൾ അബുദാബിയിൽ ഇറങ്ങുന്നത് ഗൈസ്. ആദ്യത്തെ പ്രാവശ്യം ദുബായിൽ തന്നെയായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം അബുദാബിയിലാണ്. ആരാണോ ഇതുവരെ ഫ്ലൈറ്റ് കയറാത്തത് അവരൊക്കെ കമൻറ്റ് ചെയ്യുക. ഫ്ലൈറ്റ് കയറിയവരൊക്കെ യെസ് എന്നും പറഞ്ഞ് കമൻറ്റ് ചെയ്യണം ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള മണിയും കൂടെ അടിച്ചു കൊടുക്കണേ. അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ അബുദാബി എയർപോർട്ടിൽ. അങ്ങനെ ഇതാ ഒരു റോഡ് മരത്തെ സംഭവമില്ലേ, അതിൽ കൂടെ അങ്ങനെ പ്ലെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്പീഡിലാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ലാൻഡും ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് എയർപോർട്ടിലേക്ക് ചെല്ലാം. ഇനി ഇതൊക്കെ ഇറങ്ങി അടിപൊളിയായിരുന്നു. അബുദാബി എത്താൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഇനിയിപ്പോൾ ദുബായിലേക്ക് എത്താനാണ് വെയിറ്റിംഗ്. അങ്ങനെ ഇതാ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ദുബായി എത്താൻ വേണ്ടിയിട്ട്. അത്രയും ദൂരം എത്തണ്ടേ എന്നുള്ളൊരിതുണ്ട്. അതുകൊണ്ടും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറേ സ്പേസും കുറേ സ്ഥലങ്ങളൊക്കെ കാണാമെന്നാണ് കേട്ടോ. حضرة الكرام وسعد الله صباحكم بالخير. سعود الترحيب بكم في مطار زايد الدولي في أبو ظبي. يشير توقيت المحلي هنا അപ്പോൾ ഗൈസ് ഞങ്ങളിതാ എയർപോർട്ട് കണ്ടു, അബുദാബി. അങ്ങനെ ഞങ്ങളിത് ഇറങ്ങുകയാണ്. അങ്ങനെ ഇതാ ഇവിടെ കുറേ എയറോപ്ലെയിൻസ് ഉണ്ട്. അതൊക്കെ ഹെത്തിയാതന്നെ നമ്മളിപ്പം പോയ ഫ്ലൈറ്റ് തന്നെയാണ്. അങ്ങനെ ഇതാ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമ്മളിതാ ബാഗൊക്കെ എടുക്കുകയാണ്. എയർപോർട്ട് എത്തിയേരം ബാഗൊക്കെ എടുത്ത് അവരവരെ കയ്യിൽ തന്നെ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ എയറോപ്ലെയിൻ ഇറങ്ങാൻ പോകുന്നു ഗൈസ്.
അങ്ങനെ എല്ലാവരും ഇറങ്ങി. നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഇതാ അടിപൊളി വൈബായിരുന്നു ഗൈസ് ഫ്ലൈറ്റൊക്കെ. അങ്ങനെ ഇതാ നീനു ഉണ്ട്. നീനു എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഗൈസ്. അങ്ങനെ എസ്കലേറ്ററിൽ നിന്നിട്ട് നീനു കഥ പറയാണ് ഗൈസ്. നീനു മിണ്ടാണ്ടേ നിൽക്കുന്നില്ല. നീനുവിന് അത് പറ്റുന്നില്ല ഗൈസ്. അതുകൊണ്ട് നല്ല വർത്തമാനത്തിലാണ്. 2 ബാഗും ഉണ്ട് കൈമൽ. എന്നിട്ട് എസ്കലേറ്റർ കഴിയുമ്പോൾ ഇറങ്ങുമ്പോഴൊക്കെ ഇങ്ങനെ എന്ന് പറയുന്നുണ്ടായിരുന്നു ഗൈസ്. പപ്പേനെ കൊണ്ടാണ് അമ്മ വരെ റേസ് ചെയ്യാന് അമ്മ പപ്പേനെ കൊണ്ടൊക്കെ പിടിപ്പിക്കും. അതേപോലെയാണ് ഗൈസ്. നീനു ഭയങ്കര കള്ളമടിച്ചാണ്. അതുകൊണ്ട് ഒന്നും ചെയ്യാറില്ല. ഞങ്ങളാണ് എല്ലാം ചെയ്യാറുള്ളത് ഗൈസ്. ഇത് പറയുന്നതായിട്ട് നീനു എന്നെ വേദനാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പാവ അങ്കിള് നീനുവിനെ കിട്ടിയത് പണിയായിപ്പോയെന്ന് തോന്നുന്നു ഗൈസ്. അങ്ങനെ ഇതാ ഞങ്ങൾ വലിയ ഫാമിലി ടാക്സി ഒക്കെ വിളിച്ചിട്ടാണ് പോകുന്നത് ദുബായിലേക്ക്. ബെൻസ് നീന് പറയുന്നുണ്ട് ബെൻസ്. അങ്ങനെ ഞങ്ങളിതാ കാറൊക്കെ വിളിച്ച് ഫ്ലൈറ്റ് ഇറങ്ങാൻ വേണ്ടി പോവാണ്. സോറി ഗൈസ്, കാർ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഇതാ നമുക്ക് ദുബായ് വൈബ് കാണാം. അപ്പോൾ ഞങ്ങളിപ്പോൾ വീണ്ടും പോകാൻ പോകുന്നത് ദുബായ് സൗത്തിലാണ്. ആദ്യം നമ്മൾ ദുബായിലെ സ്പോർട്സ് സിറ്റിയിലായിരുന്നു. അപ്പോൾ വേറെ ഫ്ലാറ്റ് മാറുകൊണ്ട് ദുബായ് സൗത്ത്. നമ്മൾ ഉള്ളത് നമ്മുടെ റൂം നമ്പർ 506 ആണ്. ഫ്ലാറ്റ് നമ്പർ 565 ആണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇതാ ദുബായ് എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്. നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഇനി ഗൈസ് നമ്മൾ 1 മാസം ഇവിടെ ഉണ്ടാവും. നമ്മുടെ ഫ്ലാറ്റ് എത്താനായിട്ടുണ്ട്. നമ്മൾ ഇതാ ഗൈസ് ഇതൊക്കെ മാക് സൊസൈറ്റിയാണ്. മാക്കാണ് ഇവിടെ ഫുള്ള് ഉള്ളത്. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഫോൺ ഓഫായിപ്പോയി. അതുകൊണ്ട് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമുക്ക് അത്രയും പെട്ടെന്ന് നമ്മളൊരു ഫ്ലാറ്റിൻ്റെ റൂമിൻ്റെ ഒരു ഹോം ടൂറായിട്ട് വരാം ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് പാപ്പാടിയാണ് കണ്ണടയൊക്കെ വെച്ച് ഉറങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ, സി യു, ഗുഡ് നൈറ്റ്.